ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മളടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇവിടെ ഒരാളുണ്ട് കേട്ടോ, രണ്ടാളുണ്ട് കേട്ടോ, ഒളിച്ചിരിക്കുകയാണ് വീഡിയോയില്. ആടാ ഇപ്പൊ മനസ്സിലായില്ല ആരാന്ന്. ആരാ? ഹായ് പറയൂ, അമ്മേന്റെ പൊന്ന് ഹായ് പറയൂ. പാപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്, പാപ്പ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കിച്ചൺ ഇന്നെങ്കിലും ഓപ്പൺ ആക്കാന്ന് വെച്ചപ്പോൾ ഇന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കാം. ഒരു വിത്തൗട്ട് ചായയും ഒരു പത്തി അപ്പ ചാച്ചനെയാണ് ഈ അപ്പാന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ചായ കുടിക്കണ്ട, ഛർദ്ദിക്കാൻ തുടങ്ങി. സമയം 10:30 രാവിലെ കഴിച്ചത്. അപ്പം നമ്മൾ കുറേ ഉണ്ട്, പക്ഷെ ഇതൊക്കെ കണ്ട് നമുക്കല്ല. ഇതിൽ 2-3 നമ്മുടെ വീട്ടിൽ പണിക്ക് തന്നെ ചേച്ചിമാരുണ്ട് കേട്ടോ. പണിക്ക് അത് കൂടി കൊടുക്കണം. അമ്മമ്മ തരാം. ഇവര് പരിപ്പാടുന്ന ആൾക്കാരട്ടെ. കാത്തു കുണിക്കുമ്പോ കൊടുത്തേ പരിപ്പാടാ ഇപ്പൊ 1 മിനിറ്റ്. അങ്ങനെ ഞാൻ ചേട്ടാ ചായയൊക്കെ ഓടുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ചായയും ഒരു പത്തിരി. ഇത് ചുട്ട പത്തിരി കേട്ടോ. അത് അവിടുത്തെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തന്നെ ഉണ്ട്, വേറെ ഒന്നും വേണ്ട. രാവിലെ ഈ ഒരു പത്തിരി ഗ്ലാസ് ചായ കിട്ടി ഞാൻ എന്നായിട്ട് രാവിലെ ഹാപ്പി. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ, പത്തിരിയുടെ ചായയും പത്തിരി കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഹാപ്പി. പിന്നെ പണിക്ക് ചേച്ചിമാരുണ്ടെങ്കിൽ അവർക്കുള്ള ചായക്കുള്ള കടി മേടിച്ചിട്ട് വരും കേട്ടോ. അങ്ങനെ ഇതേ ചായ കൂടിയൊക്കെ കഴിഞ്ഞതേ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിലെ പണിക്കാരുടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണ കാര്യമാണ് കേട്ടോ. അങ്ങനെ ചെയ്യാനായിട്ട് പണി കഴിയാത്തതിൻ്റെ നിരാശയിലുള്ള ഇരിപ്പാണ്. കുണുക്ക അമ്മേനെ സഹായിച്ചു തരുന്നു പാവട്ടോ. ഞാനിവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ അടിച്ചു കഴിഞ്ഞപ്പിക്ക് എൻ്റെ മോൻ ഞാൻ തുണി എടുത്ത് തുടങ്ങ കേട്ടോ തുടയ്ക്കാൻ. അപ്പോൾ അവൻ ഇരുന്ന് തുടയ്ക്കുക. സെറ്റ് ഓക്കെ. പൊന്നേച്ചിനെ പെഞ്ഞിട്ട് നടക്കണം അല്ലേ. അങ്ങനെ പിറ്റേ ദിവസം രാത്രി കേട്ടോ. അന്നത്തെ രാത്രി ഞങ്ങൾ രാത്രി ആകുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് തുടയ്ക്കണ കൊടുക്കലാണ് നേരത്തെ വീഡിയോയിലാണ്ടത്. പിന്നെ പിറ്റേ ദിവസം പഠിക്കാനും കാര്യങ്ങളും എക്സാമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്ന് രാത്രി ആയപ്പോൾ പണിയാണെങ്കിൽ ഞങ്ങൾ പൊന്നിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പൊന്നിൻ്റെ അവിടെ ഫുഡും കാരണം പൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പൊന്നിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വയ്യത് ഞാനായിട്ട് കിടക്കണുണ്ടോ, പണിയെടുത്ത് പട്ടിയെ പോലെ പണിയെടുത്ത് വയ്യാണ്ടായിട്ട് എനിക്ക് രണ്ടും. പക്ഷേ പൊന്നു ഇത്രയും നേരം ഫുഡ് ഇടയിൽ കഴിക്കേണ്ടി വരുന്ന വിഷമല്ല. അപ്പോൾ ഇന്ന് വേറെ ആളെ സ്പെഷ്യൽ ഡേ വേറെ ഒന്നല്ല, നമ്മളെ പൊന്നു നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായി ഹോട്ടൽ ഫുഡൊക്കെ കഴിക്കില്ലേ, കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പൊന്നു അമ്മ വരുമോ എന്ന് കഴിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പഴേ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പൊന്നു ഞാൻ വരുമ്പോഴേക്കും പൊന്നു ക്ഷീണിച്ച് പൊന്നു ഷെബിനെ കണ്ടറിയാത്ത പോലെ ക്ഷീണിച്ചിട്ട് ചൂടത്ത് നിന്നിട്ട് പിന്നെ മാത്രമേ കാർത്ത് ഭയങ്കര മനുഷ്യല്ലേ. അപ്പം ഞാൻ നിങ്ങൾ വേഗം കുളിച്ചാൽ പുട്ടും കൂടി ഉണ്ടാക്കണ്ട. അപ്പം ഞാൻ ഉണ്ടാക്കാനാണ്. അങ്ങനെ പൊന്നിനെ കുളിക്കാൻ വിട്ടു. എന്നിട്ട് ഞാൻ പുട്ടുണ്ടാക്കാൻ നിൽക്കുകയാണ്. പക്ഷെ പുട്ട് നല്ല സോഫ്റ്റ്. എത്ര ദിവസമായി എന്നറിയാം പുട്ട് കഴിച്ചിട്ട്. സത്യം പറഞ്ഞാലേ എത്ര ദിവസമായി എന്നറിയാം പുട്ട് കഴിച്ചിട്ട്. നമ്മുടെ വീട്ടിലെ ദേശീയ ഭക്ഷണമാണ് കേട്ടോ പുട്ട്. പക്ഷേ ആ പുട്ട് കണ്ടിട്ട് കാലം മറന്നു. കുറേ നാളെ പുട്ടൊക്കെ കണ്ടിട്ട് പുട്ട് പൊന്നുണ്ടാക്കുന്നുണ്ട്. ഷെബിക്ക് പുട്ട് വേണമെന്നില്ല. പിന്നെ വരുമ്പോൾ പൊന്ന് പുട്ടുണ്ടാക്കേണ്ട എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പൊന്നാ നീ ഇപ്പോൾ കുളിച്ചോ, ഷെബി കൊണ്ട് കുളിച്ചിട്ട് വായോ, അമ്മ പുട്ടുണ്ടാക്കി വെച്ചാൽ അവർ കുളിക്കാൻ പോയി. ഞാൻ പുട്ടുണ്ടാക്കാൻ ഇനി വേണ്ടിയില്ല മതി. 4 കഷ്ണം ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്, ചോറുണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്. കുളിര് എന്താണ് കുളിര കാരണം ഇത്രയൊക്കെ വിഭവങ്ങളോടെ എന്റെ പൊന്നുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആശ കഴിക്കണ എന്താ നോക്കി നോക്ക്. ആൾക്കറിയാം അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ പൊന്നു വെച്ചാട്ടെ. മട്ടനോ ബീഫോ ചിക്കനോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഈ 2 സാധനം ഉണ്ടെങ്കിൽ ആ ഫേസ് അവിടെ കണ്ടു കഴിഞ്ഞാൽ
ഞാനിന്ന് ഡയറ്റ് ഇല്ല കേട്ടോ ചേട്ടാ, ഇന്ന് ഡയറ്റ് ഇല്ല. അന്ന് ഞാൻ ചോദിച്ചു അവനെത്തില്ല പുട്ടുണ്ടാക്കി. ഒന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട കേട്ടോ സത്യത്തില്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ ഇന്ന് പണിത് കാത്ത് നോക്കിട്ട് വയ്യണ്ടായി തോന്നുന്നുണ്ട്. എത്ര ദിവസമായാലും നമ്മളെ വീട്ടിലത്തെ ഫുഡ് കണ്ടിട്ട് നമ്മളെവിടെ നിന്ന് എന്ത് കിട്ടിയിട്ടും കാര്യമായിട്ട് ഇതുണ്ടല്ലോ പൊന്നും പാവ വയ്യാണ്ടായിട്ടാ. ഞാൻ നിന്നെ പറഞ്ഞല്ലോ ആദ്യം. 3 ആളും പാവായി. ഇതൊക്കെ 3 ആളും പാവായി. ഞങ്ങൾ വരണ വേണ്ടിയെന്നുള്ളൊരു തീരുമാനമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ പണിയെടുത്ത് സത്യം വയ്യാണ്ടായി. അപ്പോൾ പിന്നെ പൊന്നു ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ വിളിച്ചിട്ട് പോയി. അത് പൊന്നിന് വിഷമമാവില്ല. ഇപ്പം ഞാൻ ഒന്ന് പോയിട്ട് വരാൻ ഏട്ടാണ് അഞ്ചേണ്ട് പറഞ്ഞു കേട്ടോ. പൊന്നു കഷ്ടപ്പെട്ടാണ് ഫുഡൊക്കെ ഉണ്ടായി നമ്മൾ പോയില്ലെങ്കിൽ വിഷമത്തിന്. അങ്ങനെ ഒരു 8-8 ആയിട്ട് ഞങ്ങളിവിടെ എത്തിയപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ വീട്ടിലത്തെ ഫുഡ് കഴിക്കുന്നത്. പൊന്നൂരായാലും കുണുക്കീനെ വെച്ചിട്ട് കുണുക്കിനെ കാർത്തൂനെ വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ദിവസം കുണുക്കി പൊന്നൂൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ പണിക്കാരുടെ അടുത്ത് വന്നില്ലെങ്കിൽ നമ്മുടെ ഓരോ പണികൾ എന്താ വെച്ചാൽ റിപ്പയറിങ് ആണ്. നമ്മുടെ വീട് റിപ്പയറിങ് ആയ കാരണം നമുക്ക് ഓരോ കേടുപാടുള്ള സ്ഥലങ്ങൾ നമ്മൾ നിന്ന് പറഞ്ഞു കൊടുത്താലാണ് അത് ശരിയുള്ളൂ. ഡോറുകളും ജനലൊക്കെ പൂപ്പലായി പോയിക്കണം. അപ്പോൾ അത് ഓരോ വശം കട്ട് ചെയ്ത് വേറെ പീസ് വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള തരികട പണികളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇല്ലാഞ്ഞാൽ പറ്റില്ല. അങ്ങനെ ഈ ഫുഡ് നല്ല ആസ്വദിച്ച് കഴിക്കണം ഞങ്ങൾ എല്ലാവരും. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാനൊരു ചട്ടകൻ ചോറ് എടുത്തോളൂ. ഞാൻ കുറേ ദിവസമായിട്ട് ചോറൊന്നും ഉണ്ടാകാത്ത ആളാണ് കേട്ടോ. പക്ഷേ പൊന്നു വെച്ച ചോറിന് ഞാൻ കുറച്ച് ചോറൊക്കെ ഉണ്ട്, മനസ്സ് നിറഞ്ഞു. അങ്ങനത്തെ പൊന്നുണ്ടാക്കി മിൽക്ക് കേക്ക് എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കണില്ല. ഈ പ്രാവശ്യം മൊത്തം ചോദിച്ചത് അച്ഛനാണ്. കുറേ നാളായില്ല നമ്മൾ മിൽക്ക് കേക്ക് എന്നിട്ട്. 1 വർഷമൊന്നും പോരാ, 1 വർഷം ശേഷം ഉണ്ടാക്കിയിട്ടില്ല. ഇത് തിന്നുമ്പോ ഗോകുലിന് ഓർമ്മ വരിക ഇല്ലേ? ആരുടെ പറഞ്ഞാണ്ട് ഞാൻ ആദ്യം എടുക്കുന്നതാ വലിയൊരു പാത്രം ഗോകുല്. ഗോകുലിന് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് മിൽക്ക് കേക്ക്? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. പേടിച്ചിട്ട് നിന്നോട്ടോ. പേടിന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒരു ചട്ടകൻ ചോറുണ്ട്, ഒരു തുണ്ട് പീസ് പുട്ട് വെച്ചു, വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ. 2 കഷ്ണം ബീഫ് മിൽക്ക് കേക്ക് നല്ല ഇഷ്ടമായിട്ട്. അല്ല മിൽക്ക് കേക്ക് നല്ല ഇഷ്ടമായിട്ട്. മിൽക്ക് കേക്ക് നല്ല ഇഷ്ടമായിട്ട്. അതൊക്കെ കിണറാക്കി കൂടെ വെച്ചിട്ടുണ്ട്. ചോറും മുതൽപ്പേരി കഴിച്ചിട്ട് പിന്നെ എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയോ. ഇത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഫേവറേറ്റ് സാധനമായിരുന്നു. എന്തൊരു വിശേഷം ഉണ്ടെങ്കിലും മിൽക്ക് കേക്ക് ഇല്ലാത്ത ഇനി ഉണ്ടാക്കി തുടങ്ങി. കുറെ നാളായിട്ട് മടിച്ചാണ് കേട്ടോ. ഉണ്ടാക്കണ്ട ഇറങ്ങി തിരിച്ചാണല്ലോ സമയത്ത് നമുക്ക് കേക്ക് ഉണ്ടാക്കി. അങ്ങനെ ഒരു കമൻറ്റൊക്കെ കണ്ടു. കാർത്തൂന് പൊന്നിൻ്റെ ഷെബിയുടെ അടുത്തിരുത്താണ്ട് കുണുക്കീൻ്റെ അടുത്തിരുത്തി അവൾ സമാധാനമായിട്ട് ഫുഡ്. നിങ്ങൾക്ക് അതൊരു തെറ്റായ ധാരണയാണ് കേട്ടോ. അവരെന്തായത് അവർ മാമനും കുട്ടികളും അവർ ചേട്ടനനീത്തിമാരായിട്ടാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അവർ കളിക്കൂട്ടുകാരി ചേട്ടനനീത്തി മേമ എല്ലാ സ്ഥാനമുള്ള ഒരു ഇതാണ് അവരുടെ ജീവിതത്തിൽ അവർ 3 ആളും കേട്ടോ. അപ്പോൾ അവർക്ക് കുണുക്കിക്കാനും കുണുക്കനാനും കാർത്തുമോണ്ട് നടുവിലിരിക്കണം. അതാണ് അവരുടെ സന്തോഷം.
പിന്നെ കുളിക്കുമ്പോൾ ചോറ് വാരി വയ്ക്കുമ്പോഴാണ് കുറച്ചിങ്ങനെ കാർത്തു കഴിക്കുന്നത്. കാർത്തിട്ട് കഴിക്കൽ കഴിഞ്ഞത് ലാസ്റ്റത്തെ ഒരു ഉരുളൊക്കെ ആയപ്പോഴാണ് കാർത്തുമ്പോൾ കഴിക്കുന്നത്. അതിന് മുന്നേ ഒക്കെ കുളിക്കുമ്പോൾ കൊടുത്താണ് കാർത്തു കഴിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് വീണ്ടും ഒരു പിറ്റേ ദിവസത്തെ ഒരു രാത്രിയാണ്. ഞാൻ പറഞ്ഞു 2-3 ദിവസമായിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ എടുത്ത് വെച്ചിരിക്കുക. എനിക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ നേരമോ കാര്യം. രാത്രി പണിക്കാരൊക്കെ ഒരു 5-6 മണിയാകുമ്പോൾ പോയി പണികളൊക്കെ കഴിഞ്ഞ് വീടടിച്ചുടച്ച് കുളിച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ സമയം 8 മണി 9 മണിയാവട്ടെ. അങ്ങനെ ഞങ്ങൾക്ക് വീടിടാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കുണിക്കൽ ഹെയർ വെട്ടാന്ന് കേട്ടു. അങ്ങനെ സ്റ്റൈൽ ഹബ്ബ് എന്ന് പറഞ്ഞൊരു നമ്മുടെ അക്കിക്കാവുള്ള ഒരു മുടി ഹെയർ വെട്ടുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ വന്നത്. കുണിക്കൊക്കെ പരീക്ഷയ്ക്കൊക്കെ പോയി വന്നിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അവർക്ക്. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ വയ്യായിരുന്നു. പക്ഷെ ഇവരെ മുടി വെട്ടണ്ടേ എന്നുള്ളതിൽ ഞാൻ വന്നിട്ടേക്ക് തീരെ ആ ഒരു ദിവസം ഫുള്ളും ഭയങ്കര ക്ഷീണം, തലക്കറക്കം, ഛർദി എന്താണെന്ന് അറിയണ്ട, എന്തൊക്കെയോ അസുഖത്തിന് തുടക്കമാണോ എന്തായാലും തീരെ വയ്യാണ്ട് കിടപ്പായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ കുണിക്കിൽ മുടിയൊക്കെ വെട്ടുമ്പോൾ ഞാൻ അവിടെ നിന്ന് അടുത്തൊന്നും മാറില്ല. എന്തുകൊണ്ടെന്ന് അറിയാം, എനിക്ക് ഭയങ്കര ടെൻഷനാണ് അവരുടെ ഹെയർ. വേറെ ആരുടെയും കൊടുത്താൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അവർ മുടി കട്ട് ചെയ്ത് കനം കുറഞ്ഞ് പോവുക, അങ്ങനെ ആവും. എനിക്ക് എന്തോ അത് ഇന്നലൊക്കെ അതിപ്പോൾ പൊന്നുമായാലും കുഞ്ഞിന് അവരൊക്കെ അങ്ങനെ അവരുടെയൊക്കെ മുടി കെട്ടുമ്പോഴൊക്കെ ഞാൻ അവരുടെ കൂടെ ഞാൻ നിൽക്കൂട്ടേക്ക് അവരെ മുടി കെട്ടുമ്പോൾ ടെൻഷനാണ് മറ്റുള്ളവരിൽ കൊടുക്കും. പക്ഷേ ഈ ഒരു ആളിൽ മുടി കെട്ടാൻ കൊടുക്കുമ്പോൾ എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടായില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് സമാധാനത്തിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ആളുടെ ഇഷ്ടത്തിന് വെട്ടിയത്. എനിക്കൊരു ഉറപ്പ് നന്നായി ഹെയർ വെട്ടുന്ന ഒരാളാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ ആ ഒരു ഹെയർ കിട്ടി കഴിഞ്ഞാൽ കേടാക്കില്ലാന്ന് എനിക്ക് മനസ്സിലായി. നമ്മളിങ്ങനെ മുടി വെട്ടാപ്പോൾ ആളുടെ കുറേ അഭിപ്രായങ്ങൾ നമ്മളോട് പറഞ്ഞിങ്ങനെയാണ് ഇന്നതുപോലെ നമ്മളോട് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. ആളപ്പോൾ അതിനനുസരിച്ച് ഹെയർ കട്ട് ചെയ്യുന്ന വെച്ചാൽ ആൾക്ക് അതിനൊരു ഹെയറിനെ പറ്റിയിട്ടൊരു ഇതുണ്ട്, നമുക്ക് സംസാരത്തിൽ മനസ്സിലാക്കാം. അപ്പം ഞാൻ ഭയങ്കര ഭയങ്കര ആത്മവിശ്വാസമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഹെയർ കട്ടിൻ്റെ അടുത്തൊന്നും ഇരുന്നില്ല കേട്ടോ. ഞങ്ങളൊരു മുടിമാരിങ്ങനെ വെട്ടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഹെയർ സ്റ്റൈൽ നോക്കിക്കൊണ്ടിരിക്കുക. വെട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. വെട്ടിനേക്കാൾ മുന്നേ അല്ല, വെട്ടി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും മുടി വെട്ടാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങൾ ആ ഫോണിലുണ്ട്. ഞാൻ ഒരു ഡീറ്റെയിൽ വേണമെങ്കിൽ വീഡിയോയുടെ താഴെ കൊടുക്കാം. മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോവാണ് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ആൾ ഹെയർ കട്ട് ചെയ്യും. വലിയൊരു പുലി ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്ക്. ഞാനെന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടാന്ന് പറയും എനിക്ക് തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. എന്ന് വെച്ചാൽ ആൾക്ക് നല്ല തിരക്കും കാര്യമുണ്ട് കേട്ടോ. ഹെയർ കട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര. പിന്നെ അവിടെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഹെയറിൻ്റെ കുറേ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ മേലേക്ക് ഒരു വിശ്വസ്തത. ആൾക്ക് ഒരുപാട് കെമിക്കലുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളും യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. ആളെന്നെ പറഞ്ഞു ചേച്ചി ഞാൻ ഒരുപാട് കെമിക്കലുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളും യൂസ് ചെയ്യില്ല. ഫേസിലായാലും ഹെയറിലായാലും എനിക്കത് താല്പര്യമില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരാൾക്കാരെ ആണ് ആവശ്യം അല്ലേ. നമ്മുടെ ഹെയറിലായാലും സ്കിന്നിലായാലും ഇങ്ങനെ ഒരുപാട് കെമിക്കലുകൾ ചെല്ലാത്തൊരു ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഹെയർ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് കോളേജായിരുന്നു, സ്കൂളാണെന്നല്ല അവിടെ കുറേ കുട്ടികൾ, കോളേജാണ് തോന്നുന്നു, കുറേ കുട്ടികളാണ് എന്തൊരു പാർട്ടിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്ലാസ് കൂടെ ഞങ്ങളെ കണ്ടിട്ട് 2 കുട്ടികൾ വന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചു. അവിടെ കുറേ കുട്ടികൾ നമുക്ക് താറ്റൊക്കെ തന്നിട്ട് നമുക്ക് സന്തോഷം. നമ്മളെ കാണാൻ വേണ്ടി വന്നല്ലോ, അതും നമുക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം ഇങ്ങനെ നമ്മുടെ ഈ കുളിക്കുമ്പോൾ ഹെയറൊക്കെ കട്ട് ചെയ്ത് കുളിക്കുമ്പോൾ ചെറിയണ്ട ഇങ്ങനെയൊക്കെ ചെറുക്കിയെങ്കിലും കുളിക്കുമ്പോൾ വീട്ടിൽ അയ്യോ എൻ്റെ മുടി പോയേ എന്നുള്ള നിലവിളിയായിരുന്നു കേട്ടോ സത്യത്തിൽ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ വിചാരിച്ചു. പിന്നെ കുറേ നാളായിട്ട് ഞാൻ ചിന്തിക്കുന്നത് കുളിക്കുമ്പോൾ ഹെയർ കുറച്ച് കട്ട് ചെയ്ത് കളയണം, വെട്ടി കളയണം എന്നുള്ളത്. എന്താ വെച്ചാൽ നമ്മൾ വെട്ടുന്തോറാണല്ലോ തിക്ക് വരിക. പിന്നെ അവൾ ചെറുപ്രായമല്ല, കുറച്ചൊക്കെ പിന്നെ ഈ വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ ഇങ്ങനെ എന്തായാലും ഹെയറൊക്കെ കട്ട് ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് നടക്കണേ ചെയ്യും. പിന്നെ ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ സ്റ്റൈലായി ഭംഗിയൊക്കെ നടക്കാൻ വേണ്ടി എനിക്ക് സത്യமான കുട്ടികൾ കുറച്ച് മുടിയൊക്കെ ഉള്ളതാണ് എനിക്കിഷ്ടം. ഒരുപാട് മുടി കുറവുള്ളത് എനിക്ക് ഇഷ്ടമല്ല. എന്താ വെച്ചാൽ കുട്ടികൾക്ക് മോഡേൺ ഡ്രസ്സ് ഇടാണേലും പട്ടുപാവാട ഇടാണേലും ഒക്കെ കുറച്ച് ഹെയർ ഉള്ളപ്പോൾ ഒന്നുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. എനിക്കുള്ള എൻ്റെ ഇഷ്ടം. നമ്മളിപ്പോൾ ചായ കുടിക്കാന്ന് കേട്ടോ. കുണിക്കിന് എക്സാമിനാക്കി അതിന് ശേഷം എന്നോട് ഒരു വിത്തൗട്ട് ചായയും ഇവിടെ കോഴിമുട്ട പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അതും കഴിക്കൂട്ടോ. അത് ഇന്നലൊക്കെ തീരെ വയ്യായിരുന്നു. തീരെ ആയിട്ട് ഭയങ്കര ക്ഷീണം, തലക്കറക്കം, ഛർദ്ദിക്കാൻ വരിക. എന്താണെന്നല്ല ഇന്നലത്തെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര മുഖതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും കുണിക്കിന് മുടി കുറേ നാളായിട്ട് വെട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് എന്തിനാണ് മുടി വെട്ടാൻ കൊണ്ടുപോയത് തന്നെ കേട്ടോ. മുടി വെട്ടി വരുമ്പോൾ നമുക്ക് വീട്ടിൽ ഭയങ്കര ഞെട്ടിക്കുന്നൊരു സർപ്രൈസ് പൊന്നു ഷെബി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു
കാര്യം പൊന്നും ഷെബി നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു കേട്ടോ. നമ്മൾ അതായത് പൊന്നു പറഞ്ഞു കേട്ടോ, അമ്മ പാല് കാഴ്ചല്ല. അപ്പം ഞാൻ പറഞ്ഞു പുതിയ അടുക്കളയിലുണ്ട്, നമുക്കൊന്ന് പാല് കാഴ്ച നമുക്ക്. അപ്പം അവൾ പറഞ്ഞു പാല് കാഴ്ചൽ നല്ല നിലയ്ക്ക് ആക്കും, നല്ല നിലയ്ക്ക് പാര നമ്മളെല്ലാം ഉള്ളൂ നമുക്ക്. അപ്പോൾ അവൾ പറഞ്ഞു ഉള്ളത് നമുക്ക് നല്ല ഭംഗിയിൽ നടത്താം. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു അമ്മയ്ക്ക് ഓവനല്ല ഇല്ലാത്ത, അമ്മയ്ക്ക് കുറേ വർഷത്തെ ഒരു ആഗ്രഹമല്ല ഓവൻ മേടിച്ചായിട്ട്. അപ്പം ഞാൻ വേണം അമ്മ ഇപ്പോൾ ഓവനൊന്നും ഉണ്ടാക്കില്ല, മറ്റേ ഇതില്ലേ എയർ ഫ്രയറൊക്കെ ഉണ്ടല്ലോ, മതി അമ്മയ്ക്ക് ഇപ്പോൾ ഓവൻ വേണ്ട. ഇല്ല അമ്മയുടെ കുറേ വർഷം എന്നിട്ട് 2 പ്രാവശ്യം ഇവർ പുറത്ത് പോകുമ്പോൾ ഒരു വേലയും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ല, അപ്പോൾ എല്ലാവർക്കും കാശിന് ആവശ്യമുള്ള ടൈം തന്നെയല്ലേ, വേണ്ട വേണ്ട വേണ്ട. അങ്ങനെ ഇന്നലെ ഞങ്ങൾ മൂട്ടിയൊക്കെ വിട്ട് വരുമ്പോൾ അവർ ഒരു 15 മിനിറ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. 10-15 മിനിറ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മ കാർത്തിനൊന്നും നോക്കും, നിങ്ങളിപ്പോൾ വരാണ്ടൊരു പോക്ക്. 15 മിനിറ്റ് ആകുമ്പോഴേക്കും അവർ എത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുടിയായിട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു. പിന്നെ വീട് എത്തുമ്പോൾ ഒരു സർപ്രൈസ് അവൾ നമുക്കായിട്ട് ഒരുക്കില്ലെന്ന് ഞാൻ കാണിച്ചു തരാം, വീടെത്തിയതിൻ്റെ ശേഷം കാണിച്ചു തരാം. പക്ഷേ ആ ഒരു സർപ്രൈസ് എന്ന് വെച്ചാൽ അന്വേട്ടൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അത് കുറേ നാളായിട്ട് അന്വേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ കല്യാണമായിട്ട് എന്തായാലും ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു, നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കല്യാണമാകുമ്പോൾ നമുക്ക് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് വെച്ച കാര്യമായിരുന്നു. അതെന്തായാലും പൊന്നു ഷെബി ചെയ്തു തന്നു. നമുക്ക് ഭയങ്കര സന്തോഷം. അതെന്താ വെച്ചാൽ നമ്മുടെ മക്കൾ ജോലിയൊക്കെ ആയി അവർ നമുക്ക് എത്ര വർഷം നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്യലായിരുന്നു അവർ നോക്കുമ്പോൾ. ഇപ്പോൾ ഒന്നല്ല, കുട്ടിക്കാലോട്ട് അവർ വളർന്നു വരുമ്പോൾ നമ്മൾ അവർക്കായിട്ടായിരുന്നു ഒന്നും മേടിച്ചു കൊടുക്കുന്ന കാര്യം. അപ്പോൾ അവർ നമുക്ക് മേടിച്ച് തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അതിനല്ല, അതൊരു 50 സ്ഥലം മിഠായി ആയാൽ പോലും നമ്മുടെ മക്കൾ നമുക്കായിട്ട് മേടിച്ച് തരുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷം കൂടുതലാണ്. മറ്റേത് വലിയ മിഠായി തന്നാലും ആ 50 സ്ഥലം മിഠായിയുടെ അടുത്ത് വെക്കാൻ പറ്റില്ലായിരിക്കും. അവർ തരുന്ന മിഠായി അത്രയും സന്തോഷമായാലും മനസ്സ് ഭയങ്കര ഹാപ്പിയാവും. അതേപോലെ ഒരു ഹാപ്പിനെസ്സിലാണ് കേട്ടോ നിൽക്കുന്നത്. എന്തായാലും ശരിക്കും ഞെട്ടിയിട്ടാണ്. എന്താ വെച്ചാൽ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ പോയി ഒരു കാര്യം ചെയ്തു. ഞങ്ങൾ പുറത്ത് പോയിരുമ്പോൾ സിറ്റ് ഔട്ടിൽ ഈ സാധനങ്ങളായിരിക്കണത്. ഞങ്ങൾ ഇപ്പോൾ സിറ്റ് ഔട്ടിൽ അപ്പോൾ അങ്ങനെ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കണ്ടിരുന്നു. അപ്പോൾ ഞാൻ എന്തിട്ടാടാന്ന് ഞാൻ ചോദിച്ചിട്ട് ഇവിടെ. അപ്പോൾ അവൾ പറഞ്ഞു ഓൾറെഡി ഇവർക്ക് ആമസോണിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ചിലപ്പോൾ രാത്രി 8 മണി 9 മണിക്കിടക്കം വന്നിട്ട് കൊറിയർ നമ്മളവിടേക്ക്. അപ്പോൾ അത് അമ്മാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ ചെയ്തതാണ്. ഞാൻ പൊന്നോട് 1-2 പ്രാവശ്യം നിങ്ങൾ എങ്ങോട്ടാ പോയി എന്ന് വെച്ചാൽ ഇവരെ ഇങ്ങോട്ട് അങ്ങനെ പോകാത്തവരെന്ന് ഞങ്ങളോട് ചോദിച്ചു. 1-2 പ്രാവശ്യം ഞങ്ങളുടെ ഇല്ല ഒരു കാര്യം ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ അവൾ തരികയാണ് പറഞ്ഞു. ഒരു മിനിറ്റ് എന്നിട്ട് അവൾ ഒഴിഞ്ഞു മാറി നടന്നോട്ടാ. അതെ പരിപാടി ചായയും കൊണ്ടുപോയി കേട്ടാ. ചായ ഒരു വിത്തൗട്ട് ചായ. ഇതെന്താ പരിപ്പാടില്ല? എനിക്കല്ല ചേട്ടനാണ്. എനിക്ക് കോഴിമുട്ട ഇല്ല തോന്നുന്നു. മുട്ടിന് കോഴിമുട്ട മേടിക്കണോ? കോഴിമുട്ട പൊഴിഞ്ഞതില്ല കേട്ടോ. ചോദിച്ചോട്ടെ എനിക്കതാ വേണ്ടോ ചായ. ഇതന്നെയായിരുന്നു നടക്കുക. എനിക്ക് പഴംപൊരിക്ക് ഇഷ്ടമല്ല. ഞാൻ പുറത്തുനിന്നുള്ള പഴംപൊരി അങ്ങനെ തിന്നിട്ട് പിന്നെയും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരി തിന്നും. ഓൾറെഡി പഴംപൊരിയോട് അത്ര ഇഷ്ടമുള്ള ആളല്ല. പഴത്തിനോട് ഇഷ്ടമില്ലാത്ത കാരണമായിരിക്കും പഴംപൊരിയോടൊക്കെ അത്ര ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപ്പാണ്. അതിപ്പോൾ ഇവിടുന്ന് അന്യമായിട്ട് മേടിക്കുമ്പോൾ അന്യമായിട്ട് ഒരു തുണ്ട് ഞെസ്കാറുണ്ട്. നമ്മൾ സ്ഥിരം ചായ കൊടുക്കുന്ന സ്ഥലം 2 ദിവസമായിട്ട് അവധിയാണ്. കോഴിമുട്ട കിട്ടി ഹാപ്പി. പരിപ്പാടില്ലാണ്ടിരിക്കില്ല. ഞാൻ എന്താ സർപ്രൈസ് കിട്ടിയെന്ന് അവരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ സർപ്രൈസ് തന്നെയാണ് ഹാപ്പി ചെയ്തല്ലേ. തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമായില്ലേ? സന്തോഷമായി. അതും ഇവിടെ മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ ഇരട്ടി സന്തോഷമാണല്ലോ. അത് ഇരട്ടി മധുരം എന്ന് പറയില്ല, അതേമാതിരിയാണ്. അതും അതിനായിട്ട് കുറെ നാളായിട്ട് ആഗ്രഹിച്ച സാധനം. അതാണ് ദൈവം. പിന്നെ എനിക്കൊന്നും വീടെടുക്കാൻ പറ്റിയില്ല. വന്നതിന് ശേഷം എനിക്ക് അകമ്പരൊക്കെ അടിച്ചു വരാനും കുറേ ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. വീട് പണി നടക്കണാനും ഒന്നും നമ്മുടെ കയ്യെത്തുന്ന സ്ഥലത്ത് നിന്നൊക്കെ വെവ്വേറെ സ്ഥലത്ത് ഇങ്ങനെ. അപ്പോൾ ഓരോന്നും കുറേശ്ശായിട്ട് ഒറ്റയ്ക്ക് ചെയ്തായിരുന്നു. ഞാൻ 2 ദിവസം എനിക്ക് തീരെ വയ്യാണ്ടിരിക്കുന്നു. അപ്പോൾ കുറേശ്ശായിട്ട് ഒതുക്കലും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിരിക്കും മുന്നുള്ള എക്സാം കഴിഞ്ഞുകൊണ്ടുതന്നെ ടൈമായിട്ട്. അപ്പോൾ അവർ എക്സാം കഴിഞ്ഞിട്ട് കൊടുന്നു. ഇനി നമുക്ക് കുറേ ദിവസം മുടി സെറ്റ് ചെയ്യാൻ പോവാം. ടൈം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇന്ന് പോകണം. ഇനി ഞാലക്കുടയ്ക്കല്ലേ ചില പറഞ്ഞ് ഞാലക്കുടയ്ക്ക് പോകണം.
മുടി സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനുള്ളൊക്കെ കാര്യങ്ങൾ പോകാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറയാം, എനിക്ക് അഞ്ചേട്ടനും പൊന്നു സർപ്രൈസ് എന്താണെന്ന് ഞാൻ പറയട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പൊന്നു നമുക്ക് തന്ന സർപ്രൈസ്. ഇല്ലേ കൊണക്ക എന്താ ചേച്ചി നമുക്ക് സർപ്രൈസ് തന്നു പൊന്നു ചേച്ചി? നമ്മള് ഞെട്ടിയിലാണ്ടപ്പോ നമ്മളെ മുടി വെട്ടി വരുമ്പോഴാണല്ലേ പറ. അത് പിന്നെ ആയിട്ട് എടുക്കാം. ഇത് പറ, നമ്മൾ എവിടേക്ക് പോയി വരുമ്പോഴേ ചേച്ചി ഇത് മേടിച്ചോണ്ട് ചേച്ചി? നമ്മളെങ്ങോട്ടാ പോയി? അതവിടുത്തെ ഒരാൾ പറയണേ ഇവന് ഓർമ്മയില്ല, ഒന്ന് കുട്ടി താണ് മുടി വെട്ടാൻ പോയി വരുമ്പിക്കുമ്പോഴെ പൊന്നു നമുക്കൊരു സർപ്രൈസ് ആയിട്ട്. ഇത് കണ്ടോളേട്ടോ, കുട്ടീനെ ഫുള്ള് മുടി വെട്ടി കളഞ്ഞു. മുടി വെട്ടത് ബാക്കായിട്ട് എടുക്കുക കണ്ട. ഇത്രയൊക്കെയല്ല കേട്ടോ കൊടുക്കണം. എൻ്റെ മുടി എന്തോരം ഉണ്ടായിരുന്നു വരെ കൊടുക്കുന്ന മുടി കുറേ മുടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി കളഞ്ഞു. സത്യം മുടി വെട്ടാൻ പോയിപ്പിക്കുന്ന സന്തോഷം എന്ന് പറയും. എനിക്കൊന്നും പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ മുടി വെട്ടാൻ പോയി കുണുക്കിൻ്റെ പണ്ടൊക്കെ മുടി വെട്ടാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും പറയട്ടോ, യൂത്ത് അധികം പോലെ ഇങ്ങനെ പോരാ അങ്ങനെ പറഞ്ഞിട്ട് നിൽക്കൂടെ. എനിക്ക് ടെൻഷനാണ് കുട്ടിയുടെ മുടി എന്താ നോക്കി അപ്പോൾ ഇനിയിട്ട് കൊടുത്തോ പിന്നെ ചേട്ടൻ. അപ്പോൾ അങ്ങനെ എനിക്ക് ടെൻഷൻ കൂടുതലായിട്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വന്നില്ല. ഞാൻ ഒരു അക്ഷരം പറഞ്ഞില്ല. എന്ന് വെച്ചേക്ക് ആളെ ഹെയർ വെട്ടും കാരണമൊക്കെ കണ്ടിട്ടുള്ളതിനും എനിക്ക് ആളുമേലെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആള് ബോറാക്കില്ല, കുണുക്കിനെ സെറ്റാക്കി തരുന്നു. അതേപോലെ കുണുക്കിയുടെ ഒരു കുണുക്കിനെ ഞാൻ ഒരു കാര്യവും ഞാൻ പറഞ്ഞില്ല കേട്ടോ. ആള് വെട്ടി തന്നപ്പോൾ തന്നെ ഞാൻ ഹാപ്പി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കസാര. ഓക്കെ, ഞങ്ങള് കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ. നമുക്ക് സത്യം കല്യാണമായിട്ടൊരു 6-7 കസാര മേടിക്കണം എന്ന് വെച്ചിരിക്കുന്നു. ആൾക്കാർ എണ്ണം കൂടുതലേ വെച്ചിട്ടാണ് അങ്ങനെ. അപ്പോൾ മേടിക്കുമ്പോൾ ഒരുമിച്ച് മരത്തിൻ്റെ കസാരയിട്ട് മേടിക്കാന്നൊക്കെ വെച്ചിരിക്കുന്നു അല്ലേ ചേട്ടാ? ഹലോ, കുടിക്കുന്ന മോളെ മുടി കെട്ടി കുടി കെട്ടത് കുടിക്കുന്ന എല്ലാവരും വീഡിയോയില് കുളിക്കൽ കാണിച്ചോളൂ. ഒരു സംസാര രസം നടന്നു. ഒന്ന് സംസാരിക്കാന്നല്ലേ എന്താ പറയാനുള്ളത്? സ്കൂൾ വിട്ട് വന്നതാണ് കുട്ടി ഡ്രസ് മാറുന്നത്. കുട്ടി ഹെയർ കണ്ടെടുത്ത അങ്ങോട്ട് പോയാലോ കാണല്ലോ. ഇങ്ങോട്ട് 2 ദിവസം സ്കൂൾ അടയ്ക്കണം. നമുക്ക് തന്നെ കുറച്ചുകൂടി നീങ്ങി കുളിക്കാൻ തന്നെ കാണുന്നു. കുറച്ചുകൂടി നീങ്ങുന്ന ഓക്കെ മുടി ഒന്ന് ഇളക്കിയേ. സൂപ്പർ. ഫുഡ് കഴിക്കാം. ഇപ്പഴേ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാത്ത കാരണം നമ്മള് ഫുഡ് മേടിച്ചു കൊടുക്കുന്നു. എനിക്ക് 2 ചപ്പാത്തി, അന്വേഷണം എന്തെങ്കിലും കറി പുതിച്ചയ്യ. അപ്പൊ ഞാൻ ഫുഡ് കോപ്പുണ്ടിട്ടോ കുളിക്കുമ്പോൾ ചോറ ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസ് കുരുത്തക്കേടിന്റെ ശമാരി അങ്ങനെ ഞാൻ എല്ലാവർക്കുള്ള ഫുഡ് ഞാൻ സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ പൊന്നു കാർത്തൂന് പനിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊന്നിനോട് പൊന്നു നീ ഒന്നും വയ്ക്കേണ്ട. എന്താ വെച്ചാൽ പൊന്നിന് 2 ചോറ് മേടിച്ചു. ഒന്ന് അതിന് വേണം, ഒന്ന് പൊന്നിന് ക്ഷേപിക്കും. പിന്നെ എനിക്ക് 2 ചപ്പാത്തി മേടിച്ചു. കുണുക്കിന് ഉണക്കി ഒരു ഫ്രൈഡ് റൈസ് മേടിച്ചു കേട്ടോ. അപ്പോൾ 2 ഉണ്ടെന്ന് കുറേശ്ശെ കറികൾ അന്വേഷണം ഞാൻ ഇട്ട് കൊടുക്കുക. ബാക്കി അവിടെ വയ്ക്കട്ടെ. പൊന്നിന് 2 ഊണും അല്ലേ 2 ചപ്പാത്തിയും ഒരു ഫ്രൈഡ് റൈസൊക്കെ മേടിച്ചത്. പക്ഷെ അതൊക്കെ ധാരാളം കേട്ടോ. അവർ അത് തന്നെ കഴിക്കുള്ളൂ. ഞാൻ ഡബ്ബിന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നത് കാർത്തു പോകണം. ഭയങ്കര വാശിയായിരുന്നു. അപ്പം ഞാൻ എവിടെ നിന്നാണ് ഡബ്ബിൽ നിന്ന് നിർത്തിയെന്ന് എനിക്കറിയില്ല, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല. അതൊരു അവസ്ഥയായിരുന്നു. അപ്പം ആ പാർസൽ പാത്രത്തിൽ അത്രയ്ക്ക് വേണ്ട കേട്ടോ. ഒരുപാട് മേടിച്ചാലും ഇവിടെ കഴിക്കാറ്. ഞാൻ 2 ചപ്പാത്തി മേടിച്ചു. വേറെ കറികളിൽ അവർക്ക് ചോറ് മേടിക്കുമ്പോൾ അതിന് കിട്ടിയ പരിപ്പ് കറി മീൻ കറി കൂട്ടിയിട്ട് ഞാൻ 2 ചപ്പാത്തി കഴിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടേക്ക് എത്തിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ എത്തുമ്പോൾ കുറച്ച് വൈകി. അവിടെ നിന്ന് മേടിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പോകേണ്ട സമയം അവർക്ക് പോയി. പക്ഷേ എനിക്ക് വേണ്ടി അവർ നിന്ന് പിന്നെ എവിടെ ഞാൻ വെച്ചതെന്ന് പറയേണ്ട കാര്യമല്ലോ. എൻ്റെ ബാക്കിൽ ഒരാളെ കണ്ടില്ലേ, ആളെന്നെ അറിയാത്തവരാരല്ല. ഹെയറിൻ്റെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു ഫേസാണ് ഇവരുടെ കേട്ടോ. എക്സ് എന്നല്ല അവരുടെ പേര് കിടക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ് നമുക്ക്. ഹെയറൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ഫേസിന് ഒരുപാട് മാറ്റം വന്നില്ലേ, ഒരുപാട് ചെറുപ്പമായ പോലെ തോന്നുന്നല്ലേ.
ആ സത്യം തന്നെ ഞാൻ ഇരിക്കുമ്പോഴാണ് ഒരുപാട് ചേച്ചിമാരൊക്കെ വന്ന് ഹെയർ വെച്ച് പോകണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വെക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് സംശയമാണ് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വെക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഒട്ടും വെക്കില്ല. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളോ കാര്യമാണെങ്കിൽ അങ്ങനെ ഞാൻ ഹെയർ വെക്കില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 7-8 മാസത്തോളം ഞാൻ സ്ഥിരം ഇപ്പോൾ ഹെയർ വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു കാര്യത്തിൽ കേട്ടോ. എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഈ മെഡിസിനൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഹെയർ ഫുള്ള് കൊഴിഞ്ഞു പോയൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അത് എന്തായാലും പുറത്തേക്ക് അറിയാണ്ട് ഇപ്പോൾ ഇങ്ങനെ ഹെയർ വെച്ച് നോക്കി ശരിക്കും ഭയങ്കര ഒറിജിനാലിറ്റിയിൽ നോക്കി എൻ്റെ ചുരുണ്ട ഹെയർ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് അങ്ങനത്തെ ഹെയർ വെച്ച് നമ്മുടെ ഹെയർ എങ്ങനെയാണോ അതുപോലത്തെ ഹെയറാണ് കേട്ടോ നമുക്ക് അവിടെ വെച്ച് തരിക. കോലനായിട്ടുള്ള ഹെയർ ആണെങ്കിൽ അവർ കോലനായിട്ട് വെച്ച് തരും കേട്ടോ. അത് എങ്ങനെയാണെങ്കിൽ അങ്ങനെ പിറ്റേ ദിവസം അന്ന് രാത്രി നമ്മൾ എത്തുമ്പോൾ സമയമൊക്കെ ഒരു 11 മണിയൊക്കെ ആയിട്ട് അവിടെ വീടെത്തുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഞാൻ വീഡിയോ എടുക്കാതെ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ മുറ്റത്ത് ഒരു ആൺമയിൽ എന്താ പീലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം. എനിക്ക് തോന്നുന്നു നമ്മുടെ അപ്പുമയിലാണെന്ന് തോന്നുന്നു. നമ്മുടെ കുണുക്കൻ ചെറുപ്പത്തിൽ ഒരു അപ്പൂ എന്ന് വിളിക്കണ മയിലാണെന്ന് എനിക്ക് തോന്നുന്നു. 2 മാസം കൂടുമ്പോൾ നമ്മളെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാമല്ലോ നമുക്ക് ലൈഫിലുണ്ടായ കുറച്ച് പ്രശ്നമാണ്. ഈ 2 മാസമായിട്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഞാൻ പിന്നെ പോകുമ്പോഴേക്കും 4 മാസത്തോളമായി ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും. ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴേക്കും അവിടുത്തെ ആൾ എന്നെ വിളിച്ചോട്ടെ, ചേച്ചി ഹെയർ സെറ്റ് ചെയ്യാറായിട്ട് ചേച്ചി വായോട്ടാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ അവർ ശ്രദ്ധിക്കണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. നമുക്ക് സ്വയം നമ്മുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം നോക്കി, പക്ഷെ മറ്റുള്ളവർ ശ്രദ്ധിച്ചോളണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പം തന്നെ നമ്മുടെ കാര്യം കറക്റ്റ് ടൈം നമുക്ക് എന്താ ചേച്ചി വരാത്തപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുള്ളതാണ് അവർ വിളിക്കാഞ്ഞിപ്പം എന്നെ വിളിച്ചേച്ചി വായോട്ടെ ഇനി വഴിക്കരുതിട്ട് ഹെയർ നമുക്ക് സെറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഇന്നലെ പോയി ഇതാ ഹെയറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. കണ്ട എനിക്ക് ഞാൻ ആദ്യം ഇവിടേക്ക് ഹെയർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഞാൻ ഇവിടേക്ക് ബാക്കിലേക്ക് മാത്രമേ ഹെയർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മുടി അയച്ചിടാനൊന്നും പറ്റിയിരുന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് ഫ്രണ്ടിലേക്ക് ഹെയർ ഇവിടെ തിക്ക് കുറവായിരുന്നു ഹെയർ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ ഫ്രണ്ടിലേക്ക് ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുടി അയച്ചിടാട്ടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മുടി അയച്ചിടുന്നേക്കാളും സെറ്റ് മുട്ടൊക്കെ കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറച്ചെടുത്ത് കെട്ടാനൊന്നും പറ്റിയിരുന്നില്ല. ഇവിടേക്ക് അധികം ഹെയർ ഇല്ലാത്തതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തെന്നു. ഹാപ്പി. ഈ കുഞ്ഞു കുഞ്ഞു മുടികൾ അത് എൻ്റെ മുടികളാണ്. അതിങ്ങനെ ചുരുണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓക്കെ. സത്യം പറഞ്ഞാൽ ഹെയർ നല്ല മാതിരി കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഗുളികകൾ കഴിക്കുന്ന കാരണം ഹെയർ ഫുള്ളെന്ന് തന്നെ പറയാം അങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പിന്നെ എനിക്കൊന്ന് ഹെയർ തിക്ക് വെച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഹെയർ ഊരപ്പോൾ ഹെയർ ഇവിടെ നിന്നൊക്കെ തിക്ക് വെച്ച് വരുന്നുണ്ട്. അപ്പോൾ നിൽക്കുമ്പോൾ പോലെ സെറ്റാകും. കുറേ ആൾക്കാരെ സംശയം നമ്മളിങ്ങനെ മുടി വെച്ച് കഴിഞ്ഞാൽ മുടി പിന്നെ വളരുമോ മുടി വരുമോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ. മുടി വരുന്നോണ്ടൊന്നും അവിടെ ഒരു തടസ്സങ്ങളും ഇല്ല കേട്ടോ. അതൊക്കെ കറക്റ്റ് അതുപോലെ തന്നെ നടന്നോളും. അതിനൊന്നും യാതൊരു തടസ്സമില്ല. എനിക്ക് മാത്രമല്ല, ഞാൻ അവിടെ പോയിരിക്കുമ്പോഴും വേറൊരു ചേച്ചി വന്നിട്ട് ആ ചേച്ചി പറഞ്ഞിരുന്നു കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഹെയർ നന്നായി ഉണ്ടല്ലോ, ഒന്ന് തിക്കായിട്ട് നീളം വെച്ചിട്ടുണ്ടല്ലേ അവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഹെയർ അയച്ചപ്പോൾ ഞാൻ എൻ്റെ ഹെയർ നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ ഒന്നുകൂടി പൊന്നു പറഞ്ഞു കേട്ടോ. അമ്മയുടെ ഹെയർ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ച് തിക്കായിട്ടുണ്ട് കേട്ടോ പറഞ്ഞു. പിന്നെ എനിക്കറിയാം എൻ്റെ പെട്ടെന്ന് പാവാത്തതിൻ്റെ കാരണം ഇന്നിട്ടായിട്ടുണ്ട്. ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന കാരണമാണെന്ന് എനിക്ക് സ്വയം അറിയാം. അങ്ങനെ ഇതേ മുടിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്ത് വന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ നമുക്ക് വീട്ടിലൊരു കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിലെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കണില്ല വെച്ചാൽ ഈ വീടിൻ്റെ പണിയുമെന്നൊന്ന് ഒഴിഞ്ഞ് കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തിന്നാൻ പോലും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഇന്നോട്ട് ഞാൻ കേട്ടോ നമുക്ക് മിറ്റത്തെങ്കിലും ഫുഡ് കഴിക്കുക. എന്താ വെച്ചാൽ പണി ഒന്നൊക്കെ വൃത്തിയാക്കി കിട്ടും. പണി കഴിഞ്ഞിട്ടല്ലെങ്കിലും നമുക്ക് ആദ്യം പുറത്തേക്ക് ഇറങ്ങാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. എന്താ വെച്ചാൽ ഇവരെ ഓരോന്ന് ഡ്രില്ല് ചെയ്തതിൻ്റെ പീസുകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ കാര്യം പിന്നെ കയറും. അപ്പം നമുക്ക് മുറ്റത്തൊക്കെ കുറേ ടൈലിൻ്റെ പീസും അതും ഇതൊക്കെ ആയിട്ട് മുറ്റം നിറച്ച് സാധനമല്ല. കാറൊക്കെ പറമ്പല കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ ക്ലീനാക്കി അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുറ്റമൊക്കെ വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുറ്റത്തെങ്കിലും നമുക്ക് തരിച്ചോറോ ഒരു ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഉച്ചത്തിൽ രാത്രിത്തേക്ക് ആദ്യം കഴിഞ്ഞിട്ടല്ലോ. പിന്നെ രാവിലെ അല്ല കേട്ടാ നമുക്കിതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തരി വെളുത്തുള്ളി തരി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം. ഇഞ്ചൊന്നും ഇല്ലല്ലോ നമ്മുടെ അല്ലേ. മാങ്ങയൊക്കെ പൊട്ടിച്ചോടുന്ന് സെറ്റ് ചെയ്യുന്ന മഴയ്ക്ക് വീണതാണ്. നമുക്ക് ചായ കുടിച്ച് വരുമ്പോഴേ നമുക്ക് അത് മേടിച്ചിട്ട് വരാം. ഓക്കെ. ചോറ് വെച്ചിറക്കി വയ്ക്കാം. മുടി വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ.
കാണിച്ചേട്ടാ കേട്ടില്ല വാ മനുഷ്യ. പക്ഷെ അവിടെ ഉള്ളവർ പറഞ്ഞിട്ട് ഇവര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇന്നലെ കുറച്ച് നേരം പിടിച്ചോട്ടെ, അല്ലെങ്കിൽ ശരിക്കും അപ്പോൾ എന്താ പറയുക, ശരിക്കും ഇത് ക്ലീൻ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഒരു 1-2 മണിക്കൂർ നമ്മുടെ തലയും ക്ലീൻ ആക്കണ്ടേ. അപ്പോൾ അതിനെ കഴുകി വാഷ് ചെയ്ത് വൃത്തിയാണ്. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ എൻ്റെ ഉള്ളിൽ വരാറുള്ളൂ. പക്ഷെ ഇന്നലെ എൻ്റെ മുടി നല്ല മാതിരി അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോയിട്ട് അപ്പോൾ ചെട പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അവരെല്ലാം പുതിയ ഹെയറൊക്കെ വെച്ച് പുതിയ ഹെയർ ആട്ടോ എനിക്ക് വെച്ചത്. 5 മാസമായില്ലേ? 4 മാസമല്ലേ? ആ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പോയിട്ടാ പോയിട്ടാ. നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കിയല്ലേ? ചോറ് വയ്ക്കാൻ കലം കിട്ടിയാ? അതാ എന്തായാലും പോയിട്ട് ഫുഡ് വയ്ക്കട്ടെ കേട്ടാ. ചെന്ന് കുഞ്ഞിപ്പെണ്ണെ എന്നാണ് കുഞ്ഞിപ്പെണ്ണെ കുഞ്ഞിപ്പെണ്ണെ കുഞ്ഞിപ്പെണ്ണുണ്ട്. ഹായ് പറഞ്ഞ ഹായ് പറയില്ല. അമ്മയുടെ കുട്ടി പറയും. അമ്മയുടെ കുട്ടി അമ്മേനെ ഇഷ്ടമുള്ള കുട്ടീനെ ഇപ്പോൾ പറയും കേട്ടോ. കുട്ടിച്ച് അമ്മേനെ ഇഷ്ടമുണ്ടെങ്കിൽ ഹായ് പറയും. കാരണം തുന്തിരിനെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ രാവിലെ എണീച്ച് വന്നിട്ട് ഇങ്ങനെ കൊഞ്ചിക്കുക, തലോട്, അതൊക്കെ കുഞ്ചിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കുഞ്ഞിക്ക് അല്ല കുഞ്ഞി പിന്നെ തുന്തിരി പിന്നെ എന്ത് ചുണ്ടും എന്താ പറ്റി നോട്ടമ്മ? ചുണ്ടിൻ്റെ പൊട്ടി പൊട്ടി. എന്താ എന്താ പ്രശ്നം? ഇപ്പം മൂത്രടിച്ചിട്ടോ പല്ലേക്ക് നല്ല അൽസന്നെ ഉണ്ടാ. ആൾക്കാർ ഒരു പൊട്ട കുട്ടിയാണ്. കുണിക്കാൻ നല്ല കുട്ടിയാണ്ടോ എല്ലാവരും ഇരിക്കുന്നത്. കുണിക്കിനെ വർത്തന കേൾക്കുക എന്ത് രസമാണ്. എല്ലാ വീഡിയോയിലും കുണിക്കിനോ ഇവിടുന്നോളോ കുണിക്കിനെ വർത്തന കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത്. നോക്കി നോക്ക് എല്ലാവർക്കും കുണിക്കിന് ഇഷ്ടമാണ്. നോക്ക്. അയ്യേ കുണിക്ക് ആരും ഇഷ്ടമില്ല കേട്ടാ. അത് കുണിക്ക് നോക്കാത്ത അല്ല ആരും ഇഷ്ടമില്ലല്ലോ. ആരും ഇഷ്ട. നമ്മുടെ ദിനേശേട്ട വന്നു, ആളെ കൊണ്ട് വന്നു. അങ്ങനെ ദിനേശേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് പോയി നോക്കിയിട്ട് എന്താ പരിപാടി ദിനേശേട്ടൻ്റെ. ദിനേശേട്ടൻ്റെ ഭാര്യയുടെ പേരറിയാം നിനക്ക്? എന്താ ദിനേശേട്ടൻ്റെ ഭാര്യനെ അറിയാം നിനക്ക്? അറിയാം. ആരാ? ഇന്നലെ കുതിരവേലി വന്നത്. കുതിരവേലിക്ക് വന്നതല്ലേ? പേരെന്താ? എന്ത് ചേച്ചി? പറയാ ആലോചിച്ച കിട്ടും. ഷർണീച്ചല്ലേ? എന്നീച്ചിട്ട് പേരറിയില്ല. നന്ദി കുറിച്ച് കേട്ടോ. അങ്ങനെ രാവിലെ കുണിക്കുമ്പോൾ കുറച്ച് നേരം കൊഞ്ചിച്ച് കഴിഞ്ഞപ്പോൾ കുണിക്കുമ്പോൾ ഹാപ്പി ആയിട്ട് കുണിക്കുമ്പോൾ ഹാപ്പി ആയപ്പോൾ ഞാനിനി പണിയോട് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെ ശീലക്കേടായിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ നമുക്കൊരു പണി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതേ പോകാനായിട്ട് ഗ്യാസ് അടുപ്പ് കത്തിച്ച് നോക്കിയിട്ട് കണ്ടോ ആളി കത്തുകയാണ്, പൊടിയൊക്കെ അറിയട്ടെ. എന്നാലും എന്താ ചെയ്യുക, കരി പിടിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുഴപ്പമില്ല എന്നിട്ട് കരി പിടിച്ചാലും ഫുഡ് ഉണ്ടാക്കി വയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ പരിപ്പും കാര്യങ്ങളൊക്കെ കഴുകിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ അരി അടുപ്പത്ത് വെച്ചു. തേപ്പാനായിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് കുക്കറോടെടുത്ത് പാനയുടെ കൂടെ അടുപ്പത്ത് വെച്ചു വിട്ട് ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ടില്ല. ഉണക്കാം ചായക്കുള്ളത് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ വീട്ടിലായിട്ടില്ല. അപ്പോൾ ഒരു വിത്തൗട്ട് ചായയും ഒരു കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടിയായി. എനിക്ക് പിന്നെ വലിയ കുഴപ്പമില്ല, എനിക്ക് ഇതൊക്കെ വേണം. പക്ഷെ അച്ഛനും മക്കളും പാവം ഇഡ്ഡലി ഗർഭ ദോശ ഗർഭ ഇതൊന്നും ഇല്ലാണ്ട് പാവം
അവർക്ക് വല്ലാത്ത വിഷമമായി തുടങ്ങിയിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഇഡ്ഡലി വേണ്ടേ, ഇഡ്ഡലി ഗർഭാദോശ ഡയലോഗ് അതല്ലേ ദിലീപിന്റെ സിനിമത്തെ ഡയലോഗ് അല്ലേ. 24 മണിക്കൂർ ഈ പറക്കും തലയ്ക്ക് വെച്ചിരുന്ന് കാണുന്ന മക്കളാണ് അവര്. അപ്പൊ എന്താ പറയാ വന്നു പിന്നെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള മീൻകറിക്ക് ചുവന്നുള്ളി ഇല്ല, വെളുത്തുള്ളി ഇല്ല, ഇഞ്ചി ഇല്ല, ഒന്നുമില്ലല്ലോ. നമ്മുടെ വീട്ടിൽ കുറേ ദിവസമായില്ലേ ഫുഡ് കഴിക്കാണ്ട്. മുതല കഴിച്ച് വെച്ച് ചോറ് തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട്. ഇനി പോയിട്ട് മാന്തി നന്നാക്കി മുളകിട്ട് കറി വയ്ക്കണം. പിന്നെന്താ അവിടെ ഇന്ന് പുട്ടും കടലക്കറി ഉണ്ട് കണ്ടു വന്നിട്ട് കുറേ ദിവസമായാലും പുട്ടൊക്കെ പൊന്നിനോട് പറ്റുന്നാള് തൈരിയല്ലേ കഴിച്ചോളൂ. അല്ല തൈരിന് പുട്ടും കടല ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡ്. എല്ലാവരും ഫേവറേറ്റ് ഫുഡാണ് പുട്ടും കടല. പോട്ടെ മാറും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിട്ട് പുട്ട് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മുടെ ഫേവറേറ്റ് ഫുഡ്, നമ്മുടെ ദേശീയ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലത്തെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ പുട്ട്. ഉണ്ണികൾക്ക് ഓൾറെഡി കുഞ്ഞു മക്കൾക്കൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് പുട്ടും കടലും പുട്ടും മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല പുട്ടും കടലക്കറിയും കിട്ടി. അതിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് പുട്ട് കടല. മീൻകറിയൊക്കെ എന്ത് വെച്ച് നോക്കിയാലും അത് കടലക്കറി കൂട്ടി കഴിക്കാൻ വേറൊരു ലെവലാണ് കേട്ടോ. അപ്പോൾ അഞ്ഞാനുള്ള പുട്ട് എൻ്റെ മടിയിലിരിക്കുന്നത്. ഉണ്ണോൾക്ക് ഇനി 2 കഷ്ണം പുട്ടാണ് മേടിച്ചത്. അപ്പോൾ ഞാനും കുണിക്കുകയാണ് കേട്ടോ അത് കഴിക്കണത്. പിന്നെ അഞ്ഞേട്ടൻ ബാക്കിൽ വന്ന് കഴിക്കുമ്പോൾ കുണിക്കുമ്പോൾ അഞ്ഞേട്ടൻ്റെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഒരു 2 ആൾക്കും കുറേ ദിവസമായി സത്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നേരം കിട്ടാറ്. നമുക്ക് പറ്റണില്ലല്ലോ. ഇതുവരെ പത്തിരിയോ പരിപ്പടയോ കഴിച്ച് അങ്ങനെ അവസാനിപ്പിക്കുകയല്ലേ. അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി സാധനം കുറച്ച് ഒരു തണ്ണിമത്തങ്ങ മേടിച്ചു. പിന്നെ കുറച്ച് ഒരു 1 കിലോ തക്കാളി, എനിക്ക് തോന്നുന്നു 100 ഇഞ്ചി, 100 വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില കേട്ടോ. എനിക്ക് ഒന്ന് കഴുകി സെറ്റ് ചെയ്ത് വെക്കാനുള്ള ടൈമില്ലാത്തതാണ് ഞാൻ അങ്ങനെ ആക്കി വെക്കട്ടെ എന്ന് വെച്ചാൽ യൂസ് ചെയ്യുമ്പോൾ കഴുകാമെന്ന് വെച്ചിട്ടോ. പിന്നെ നമ്മളൊരു തണ്ണിമത്തങ്ങയുടെ പകുതി ഞാൻ കട്ട് ചെയ്ത് അവിടെ വെക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഉണ്ണോൾക്ക് വിശക്കുമ്പോൾ അവർ കഴിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് വെക്കുന്നത്. എന്താ വെച്ചാൽ അവരിങ്ങനെ വെറുതെ നിൽക്കില്ല, അപ്പോൾ വിശക്കുമ്പോൾ കഴിക്കും. പിന്നെ ഞങ്ങൾ അനിയേട്ടൻ ഉള്ളി ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയപ്പോൾ അനിയേട്ടൻ പറഞ്ഞു ഞാൻ നന്നാക്കിയാലാണ്. അപ്പോൾ അതിനായിട്ട് ഉള്ളി നന്നാക്കുന്നുണ്ട്. ഞാനിത് മീൻ നന്നാക്കിയായിരിക്കും. സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് മീൻ നന്നാക്കലില്ല. പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല. വീടിൻ്റെ ബാക്ക് വശത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല. എന്താ വെച്ചാൽ അവിടെ നിറച്ച് പണിക്കുന്നു. 3, 4, 5, 6 പണിക്കാർ നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള. അതുകൊണ്ട് നമുക്ക് അവിടേക്ക് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് മീൻ നന്നാക്കലും കലാപരിപാടികളൊക്കെ അവിടെ കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ സൈഡിൽ അനുവേൻ്റെ കാർ ഇടുന്ന സ്ഥലത്താണ് കേട്ടോ. അനുവേൻ്റെ കാർ ഈ സൈഡിലാണ് ഇടാറ്. അവിടെയാണ് കേട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക ഗ്യാസ് അടുപ്പൊക്കെ ആകെ നാശമായിട്ട് സിമെൻറ്റൊക്കെ വീണ് പോണില്ല. ഇനി അത് ഉരച്ച് കഴിയേണ്ട ഒരു അവസ്ഥയാണ്. തുടച്ച് വയ്ക്കും, പക്ഷെ അത് പോണില്ല. ആ സിമെൻറ്റൊക്കെ കട്ട പിടിച്ചിരിക്കണം. അങ്ങനെ നമ്മളിത് ഈ ആദ്യം മുതൽ വേവിച്ചു, അത് ഉപ്പേരി ഉണ്ടാക്കി. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നത് മാന്തൽ മേടിച്ചിട്ടോ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അത്ര നല്ല മാന്തലായിട്ട് തോന്നിയില്ല കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മുരിങ്ങക്കായും പരിപ്പൊക്കെ ഇട്ട് വയ്ക്കാം. അതാണെങ്കിൽ ആ പൊന്നൂനായാലും അന്വേഷണമായാലും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ആ കറി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ആ കറി ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് വേവിച്ച് അതിലേക്ക് മുരിങ്ങക്കായും തക്കാളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കും കേട്ടോ. ആദ്യം പരിപ്പ് വേവിച്ചു കേട്ടോ കുക്കറിൽ. പിന്നെ ഈ ചട്ടിയിൽ ഞാൻ കുറച്ച് വെള്ളവും തക്കാളിയും മുരിങ്ങക്കായും ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ല വേവിച്ച പരിപ്പിട്ട് നല്ലോണം വേവിക്കണം കേട്ടോ. പരിപ്പ് ഞാൻ ഒരു 4 വിസിലടിച്ച് വേവിച്ച് ഉടച്ച് കൊടുത്ത പരിപ്പാണ് കേട്ടോ. അതിട്ട് കൊടുത്തു. അടുത്തിട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ഉണ്ട്. മുളക് പൊടി ഇടില്ല, മഞ്ഞൾപ്പൊടി കറിവേപ്പില മാത്രം കേട്ടോ ഇട്ടിട്ട് ഇങ്ങനെ നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. അവസാനം അത് വെന്ത് വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ ആ കുക്കർ കണ്ട് കരി പിടിച്ചത് എന്താണെന്ന് അറിയാം. ഗ്യാസ് അടുപ്പ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പൊടി കയറിയിട്ടാണ് തോന്നുന്നു. അടുപ്പ് ഇങ്ങനെ ജാതി ആളിയ കത്തണം. പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ല. എന്താ ചെയ്യാൻ, ഗ്യാസ് അടുപ്പ് ശരിയാക്കണ ആളെ വിളിക്കണം. അപ്പോഴേക്കും അതിനായിട്ട് കുറച്ച് ചീനമുളക്, അതായത് ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് ചീനമുളകാണ് കേട്ടോ. കാന്താരി മുളക് എന്ന് പറയില്ലേ അത് കേട്ടോ. അതില്ലെങ്കിൽ നമുക്ക് സാധാ അങ്ങാടി മുളക് കൊടുക്കാനായിട്ടുള്ളത് വേണം കേട്ടോ. വേറെ ഒരു ആ കറിയിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഇതേ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് പൊട്ടിച്ചു. പിന്നെ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ചുവന്നുള്ളിയും അത് ഇട്ടു കേട്ടോ. ഇടുന്നത് പെട്ടിലെ വീടിൽ ചുവന്നുള്ളി
ചീനമുളക്, അതായത് കാന്താരി മുളകും കറിവേപ്പിലയും മുഴുവൻ മുളകും ഈ 4 കൂടിയിട്ട് ഇട്ടിട്ട് അതൊന്ന് മൊരിയേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്ന് ഇളക്കുക, 2 തിളപ്പിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ മുളകിലെ എരിവ് ആ കറിയിരിക്കാണ്ട് ഇറങ്ങി അത് സെറ്റ് ആവട്ടെ. അങ്ങനെ നമ്മുടെ പരിപ്പും മുരിങ്ങക്കായും തക്കാളിയും കറി സെറ്റാണ്. 1 കിലോ മുരിങ്ങക്കായ എടുത്ത് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇനി രാത്രിക്ക് ആ ഒരു തരി കറിയുള്ളൂ കേട്ടോ. അത്രയും ഇഷ്ടമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറി. സന്തോഷം കൊണ്ട് പറയണം, അങ്ങനെ വെച്ച് എല്ലാവരും കഴിക്കുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം. അപ്പോൾ നമ്മൾ ചോറായി, മുതിരപ്പേരിയായി, മീൻ വറുത്തു, പിന്നെ തൈര് കുണിക്കുമ്പോൾ വേണം. അപ്പോൾ അത് ചീനമുളകും ചുവന്നുള്ളി കറിവേപ്പിലൊക്കെ കൂടി കുറച്ച് ഒന്ന് മിക്സിയിലടിച്ച് അതുണ്ട്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചോറുണ്ടാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ചോറുണ്ടാണ് കേട്ടോ. വേറെ എവിടെ നിന്നും ഉണ്ടായാലും നമുക്ക് മനസ്സിന് തൃപ്തി. അതായത് മേടിച്ച് കഴിക്കുന്നത് നമ്മുടെ പൊന്നുണ്ടാക്കി വരുമ്പോൾ ഹാപ്പിയാണ്. നമ്മുടെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന പോലെയാണ്. അങ്ങനെ തൈര്, മീൻ വറുത്തതാണ് കേട്ടോ. ആ ഒരു ചെറിയ പാത്രത്തിൽ മീൻ വറുത്തത് എൻ്റെ ഫേവറേറ്റ്. മുതിരപ്പേരി ഉണ്ട്, ഉപ്പേരി ഉണ്ട്. പിന്നെ ഏത് ഉപ്പേരിയാ അത്? പരിപ്പ് കൂട്ടാനല്ലടാ കുരങ്ങ. പരിപ്പും മുരിങ്ങയും തക്കാളിയും കൂടിയിട്ടുള്ള കറിയുണ്ട്. മുതിരപ്പേരി ഉണ്ട്, തൈര് ചീനമുളകൊക്കെ ഇട്ട് ചതച്ചതുണ്ട്, മാതള വറുത്തതുണ്ട്. ഓക്കെ, യെസ്. എന്ത് തോന്നുന്നു? അപ്പോൾ ഇതെന്തായാലും മുതിരപ്പേരി കഴിച്ചിട്ടൊന്നും പറഞ്ഞില്ല കേട്ടാ. അതിന്റെ മുകളിൽ അങ്ങനെ പൊന്നു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാം, അമ്മ ഞാൻ എത്ര മുതിർപ്പുണ്ട്, അമ്മ മുതിരപ്പേരുണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അത് അമ്മമാരുടെ മക്കൾക്ക് ഓർമ്മിച്ച് പിന്നെ നമ്മൾ കഴിക്കുന്നത് നമ്മൾ അമ്മമാരുണ്ടാക്കുന്ന ഫുഡിനോട് ഒരു പ്രത്യേക ഇഷ്ടപ്പെടും. അതെല്ലാ മക്കൾക്കും അങ്ങനെയാണ്. അത് എനിക്കത് ആരുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡിൻ്റെ ടേസ്റ്റ് തോന്നില്ല. അതിപ്പോൾ അഞ്ഞേട്ടനായാലും അങ്ങനെ തന്നെയാണ്, ഷെബിക്കായാലും അങ്ങനെ തന്നെയാണ്, പൊന്നിനായാലും അങ്ങനെ. എന്താ വെച്ചാൽ അത് അവനവൻ്റെ അമ്മമാർ അത് നമ്മൾ ജനിച്ച് ഓർമ്മിച്ച് പിന്നെ കഴിക്കുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അതൊക്കെ കഴിഞ്ഞതേ മേശ കാർത്ത് ഭയങ്കര വശമായിട്ട്. അപ്പോൾ ഞാൻ പൊന്നു നീ കാർത്തിനോട് അങ്ങനെ കാർത്തൂന് ഉണക്കിക്കോളും പണ്ട് കുഞ്ഞ് പൊന്നു കാർത്തൂന് ഉറക്കാൻ വേണ്ടി പോയിട്ട്. അപ്പോഴേക്കും ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു, കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടാ. എന്താ വെച്ചാൽ അന്ന് കുറേ നാൾ ശരി നമുക്ക് അടുക്കളകൾ യൂസ് ചെയ്ത് സെറ്റായി വരണ്ടേ. അപ്പോൾ കുറച്ച് മെനക്കെട്ട പണി തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ നമ്മൾ വീട് അടിച്ചുടയ്ക്കാൻ നോക്കട്ടെ. എന്താ വെച്ചാൽ ബാക്കിൽ പണിക്കാർ പോണേക്കാളും മുന്നേ വീട് അടിച്ചുടക്കൽ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ അപ്പം എന്നേട്ടൻ പറഞ്ഞു, ഉണ്ണി വയ്യാത്തോടത്ത് ചെയ്യാൻ നിൽക്കണ്ട, നാളെ ആരെങ്കിലും വിളിച്ച് നമുക്ക് ചെയ്യിപ്പിക്കാം. ഞാൻ വേണ്ട കേട്ടോ, നമുക്ക് രാത്രി ഉറങ്ങുമ്പോൾ ഈ ഡ്രില്ല് ചെയ്തതിൻ്റെ പൊടിയും കാരണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നമ്മൾ എത്ര അടിച്ചൊരിയാലും വീട്ടിൽ നിന്ന് പൊടി അങ്ങോട്ട് മാറി കിട്ടില്ല. അപ്പോൾ ഈ അനുവേട്ടനും നടന്ന് പണിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ എനിക്ക് വീട് അടിച്ചുടയ്ക്കുമ്പോൾ സിറ്റ് ഔട്ട് അടിച്ച് കഴിഞ്ഞാൽ നേരെ ഞാൻ അറിഞ്ഞ നമ്മൾ മിറ്റ് അടിച്ച് വരാനാണ്. ഇടയ്ക്ക് സിറ്റ് ഔട്ട് അടിച്ച് വരുമ്പോൾ അപ്പോൾ നമുക്ക് ഈ മിറ്റം അടിച്ചിട്ടാനാണ് എനിക്കൊരു സമാധാനം കേട്ടോ. ഞാൻ പണ്ടോട്ടേ അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മിറ്റം വൃത്തികേടായിട്ട് കിടക്കുന്നത്. എനിക്ക് എപ്പോഴും നമ്മൾ സിറ്റ് ഔട്ട് അടിച്ച് കഴിഞ്ഞാൽ ആദ്യ സ്പീഡിൽ ഞാൻ ഇറങ്ങും മിറ്റം അടിച്ചു, എന്നിട്ട് ഞാൻ അകത്തേക്ക് കയറിലോട്ട്. അതൊരു ശീലമാണ്. ഞാൻ ഈ വീട് പറഞ്ഞതിന് ശേഷം അങ്ങനെയായിരുന്നു കുറേ നാൾ. അങ്ങനെ നമ്മുടെ കുണുക്കന്മാരെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. കുണുക്കനും ദേ മിറ്റൊക്കെ അടിച്ച് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. പൊന്നു അപ്പോഴേക്ക് ഷെബിക്ക് തലവേദനിക്കുന്നപ്പോൾ ചായ വെക്കട്ടെ. അങ്ങനെ നമ്മുടെ വീടൊക്കെ തുടച്ച് വീട്ടിലെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുക, ഡബ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ സമയം 7 മണിയായിട്ട് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോ നാളെ വരും. ബൈ.